നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തകരാറ് മൂലമുണ്ടാകുന്ന അസുഖങ്ങളും അതിനുള്ള ചികിത്സയെയും കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഏസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റായ ഡോക്ടർ എം ബി ബിമൽ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം അത് ശരീരത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന് വിശദീകരിക്കാമോ? തൈറോയ്ഡ് ഗ്രന്ഥി നമ്മുടെ കഴുത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു ഗ്രന്ഥിയാണ്. അവിടുന്ന് ചില ഹോർമോൺസ് നമ്മുടെ ബ്ലഡിലേക്ക് കലരും. മെയിൻലി T3 T4 എന്നുള്ള 2 ഹോർമോൺസാണ്. അത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലൂടെ മറ്റുള്ള അവയവങ്ങളെ ബാധിക്കുന്നു. പ്രധാനമായും ഹൃദയം, മസിൽ, ബ്രെയിൻ, നമ്മുടെ ശരീരത്തിലെ പ്രത്യുൽപാദന അവയവങ്ങൾ, എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളെ അത് സ്വാധീനിക്കുന്നു. സാധാരണ ഇപ്പോൾ ഡോക്ടർമാരെ നമ്മൾ തൈറോയ്ഡ് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് സംശയിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും T3 T4 TSH ടെസ്റ്റ് ചെയ്യാൻ. എന്താണിതൊന്ന് വിശദീകരിക്കാം? T3 T4 എന്നുള്ളത് 2 ഹോർമോണുകളാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ്. TSH എന്നുള്ളത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. പക്ഷേ തൈറോയിഡിൻ്റെ ഗ്രന്ഥിയിലെ ഹോർമോണിൽ ചില വ്യത്യാസങ്ങൾ വരുമ്പോഴത്തേക്ക് TSHലും നല്ല വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ആദ്യമായിട്ടുള്ള ചേഞ്ച് വരുന്നത് TSHലാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന TSH ഹോർമോണിലാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയിലെ പ്രവർത്തന തകരാറുകൾ വരുമ്പോഴത്തേക്ക് ആദ്യം ചേഞ്ച് വരുന്നത് TSHലാണ്. അപ്പോൾ T3 T4 TSH എന്നുള്ളത് 3 ടെസ്റ്റുകൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തകരാറുകൾ കണ്ടെത്താൻ വളരെ സഹായകമാണ്. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ തന്നെയാണ്. ഇതെങ്ങനെയാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥി തകരാറിലാകുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥി തകരാറിലാകാൻ പല കാരണങ്ങളുണ്ട്. പ്രധാനമായും ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥി തകരാറിലാകുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയും. അതായത് തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെയുള്ള ചില ആൻറ്റിബോഡികൾ കാരണമാണ് തൈറോയ്ഡിന് പ്രവർത്തന തകരാറുകൾ വരുന്നത്. പണ്ട് കാലങ്ങളിലാണെങ്കിൽ അയഡിൻ്റെ കുറവ്, അയഡിൻ ഡെഫിഷ്യൻസി എന്ന് പറയും, അത് കാരണവും തൈറോയ്ഡിൻ്റെ പ്രവർത്തന തകരാറുകൾ വരാറുണ്ട്. പിന്നെ ജനറ്റിക് ആയിട്ടുള്ള ചില കാരണങ്ങൾ, അതായത് ജന്മനാ വരുന്ന ചില ജീൻസിൻ്റെ കുറവുകൾ കാരണം, വ്യത്യാസങ്ങൾ കാരണവും തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പ്രവർത്തന തകരാറുകൾ വരാം. ഇതൊക്കെയാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൻ്റെ വ്യത്യാസങ്ങളുടെ പ്രധാന കാരണങ്ങൾ. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടർ, എന്റെ പേര് ജോൺ എന്നാണ്. ഞാൻ അടൂരിൽ നിന്ന് വിളിക്കുകയാണ്, പത്തനംതിട്ട ഡിസ്ട്രിക്ട്. ഡോക്ടറെ ചോദിച്ചോളൂ. ഞാൻ 71 വയസ്സുള്ള ഒരാളാണ്. ഞാൻ വർഷങ്ങളായിട്ട് തൈറോയ്ഡിനുള്ള മരുന്ന് എടുക്കുന്നുണ്ട്. തൈറോക്സിൻ എന്നങ്ങണ്ട ഒരു 1.2 112 mcg എടുത്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാനത് പിന്നെ അത് ചേഞ്ച് ചെയ്ത് 100 ആയിട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തപ്പോൾ എനിക്കൊരു സ്ട്രോക്ക് പോലെ ഉണ്ടായി. അത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞുകൊണ്ടേ അത് അവരെന്നെ 25 ആയിട്ടങ്ങ് മാറ്റി. പെട്ടെന്ന് മാറ്റി. അപ്പൊ അതുകൊണ്ടാണോ എനിക്ക് വളരെ ടയേർഡായിട്ട് ക്ഷീണമായിട്ടൊക്കെ തോന്നിക്കുന്നു. അതിപ്പോൾ ഞാൻ പിന്നെ അത് 75 ആക്കി. അപ്പൊ അതുകൊണ്ടാണെന്ന് വിചാരിച്ച് അത് ഡോക്ടറോട് ചോദിക്കാതാ ചെയ്തത്. TSH വന്നിട്ട് ചെയ്തപ്പോഴേ 35.34 ആയി. 50 എടുത്തോണ്ടിരുന്നപ്പോഴ്. അപ്പോൾ അതുകൊണ്ടാണോ അത് കൂട്ടിയത്? എന്താണ് ചെയ്യുന്നത്? അതെ, നമ്മൾ സാധാരണമായി അത് നിങ്ങൾ എന്ത് സന്ദർഭത്തിൽ അങ്ങനെ കുറച്ചെന്നുള്ള അറിയില്ല. സാധാരണമായി നമ്മൾ ഡോസ് ചിലപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യും. TSH കുറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യുക. TSH സപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ തൈറോയ്ഡ് ഡോസ് കുറക്കും. സാധാരണമായി 25 മൈക്രോഗ്രാം 25 മൈക്രോഗ്രാമാണ് നമ്മൾ സാധാരണമായി കുറക്കുക. നിങ്ങൾ എന്ത് പ്രത്യേക സന്ദർഭത്തിലാണ് ഇങ്ങനെ കുറച്ചതെന്നുള്ളത് ചിലപ്പോൾ ആ ഡോക്ടർ അന്ന് തീരുമാനിച്ചതായിരിക്കാം. നിങ്ങളെ സ്ട്രോക്ക് അതെ എന്തായിരുന്നാലും നിങ്ങൾ കൊളസ്ട്രോൾ നടക്കുമ്പോൾ മരുന്നുകൾ എടുക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഒരു 10-20 വർഷമായിട്ട് എടുക്കുമായിരുന്നില്ല. അതെ സാധാരണമായി തൈറോയ്ഡ് ഡോസ് ഇത്രയും ഒരുപാട് അങ്ങനെ കുറക്കുന്ന ചിലപ്പോഴൊക്കെ അഡ്വൈസബിൾ അല്ല. പക്ഷെ എന്തായിരുന്നാലും നിങ്ങൾ അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് കൂട്ടിയത്. സ്വന്തമായിട്ട് കൂട്ടുന്നതിനേക്കാളും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് TSH ഒന്ന് അസസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് വയസ്സായപ്പോ പോകാനൊക്കെ ഇച്ചിരി അസുഖമൊക്കെ വന്ന് അല്പം ബലഹീനതയൊക്കെ ഉണ്ട്. അതെ ഡോക്ടറെ കണ്ടേ ഞാൻ ചെയ്യാറുള്ളൂ. ഇപ്പോഴും TSH ഒരു 35 ആണെങ്കിൽ നിങ്ങളൊരു 75 ആയിട്ട് കൂട്ടുന്നതായിരിക്കും നല്ലത്. 50 എന്നുള്ള 70 അല്ലെങ്കിൽ 25 അങ്ങനെയാണെങ്കിൽ 112 mcg എടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് കൂട്ടുന്നതിനേക്കാളും 100 ആയിട്ട് ഇപ്പോൾ കൂട്ടിക്കോളൂ. ഇപ്പോൾ ഈ ഒരു TSH ഹൈ ആണെങ്കിൽ പിന്നെ ഇതിന് 2 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് അത് തീരുമാനം എടുക്കാവുന്നതാണ്. ഒരു 100 മൈക്രോഗ്രാം ഒറ്റയടിക്ക് 112ലേക്ക് കൂട്ടണ്ട, 100 ആയിട്ട് കൂട്ടുക. എന്നിട്ട് പിന്നെ നമുക്ക് അതിനെപ്പറ്റി തീരുമാനം എടുക്കാം ഒരു 2 മാസം കഴിഞ്ഞിട്ടേ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഈ തകരാറിലാവുന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് ഈ കോളർ പറഞ്ഞ പോലെ അയാൾക്ക് സ്ട്രോക്ക് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തകരാറ് 2 ആയിട്ട് തിരിക്കാം. ഒന്ന് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോണിൻ്റെ കുറവ്, അതിന് ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുക. പിന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുതൽ, അതിന് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും.
ഇപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന കുറവ്, ഹൈപ്പോ തൈറോയിഡ്സിൽ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ നമ്മുടെ നീര് വരിക, വെയിറ്റ് കൂടുക, ഉറക്കം തൂങ്ങൽ, ക്ഷീണം, മസിൽ വേദന, മെനറേജ് അതായത് മെൻസ്ട്രൽ ബ്ലീഡിങ് കൂടുക, പീരീഡിന് ഇറഗുലാരിറ്റി വരിക, അതൊക്കെയാണ് തൈറോയ്ഡ് ഹോർമോൺ കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. പക്ഷേ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ കൂടുന്നതിൻ്റെ ലക്ഷണം ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് മെയിൻലി പ്രധാനമായും വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയുക, നെഞ്ചിടിപ്പ് വരിക, വിറയൽ, കൂടുതലായിട്ട് വേർപ്പ് വരിക, മുടി കൊഴിച്ചിൽ വരിക, പീരീഡിന് വേരിയേഷൻസ് ഇതിലും വരാം. അതൊക്കെയാണ് തൈറോയ്ഡ് ഹോർമോൺ കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. കോൾ ഉണ്ടോ ഡോക്ടർ? ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാർ, ഞാൻ തൈറോയിഡിനൊരു 8 വർഷമായിട്ട് കഴിക്കുന്ന ആളാണ് ഞാനേ. അത് പിന്നെ ഇങ്ങനെ കൂടിയും കുറഞ്ഞു എപ്പോഴും ഞാൻ 3 മാസം കഴിയുമ്പോൾ ചെക്ക് ചെയ്യലുണ്ടായിരുന്നു. ഞാൻ ജൂണിൽ നോക്കിയപ്പോ എനിക്ക് 17.435 ഉണ്ടായി തൈറോയിഡ്. അശ്വിനി ക്ലിനിക്കിൽ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 200ന്റെ ഗുളിക കഴിക്കാൻ ഇവിടെ ബത്തേരിയിൽ നിന്ന് മൊയ്തീൻ ഡോക്ടറാണ് പറഞ്ഞത്. ബത്തേരി ഡോക്ടറെ കാണിച്ചത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു 200ന്റെ ഗുളിക കഴിക്കാൻ പറഞ്ഞു എന്നോട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ആ ഗുളിക കഴിച്ചു. ചോദ്യം ചുരുക്കി ചോദിക്കോ? ഇപ്പൊ ഈ കഴിഞ്ഞ എന്താ ചോദ്യം ചുരുക്കി ചോദിക്കോ? അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂണില് ഗുളിക 200ന്റെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനിപ്പോ ഈ ഓഗസ്റ്റ് പോയിട്ട് വീണ്ടും ചെക്ക് ചെയ്തപ്പോ എനിക്ക് തൈറോയ്ഡ് തീരെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഗുളിക കഴിക്കട്ടെ ഡോക്ടർ പറഞ്ഞു. അപ്പൊ അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? ഗുളിക കഴിക്കണ്ടേ? നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ TSH ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഗുളിക നിർത്തി വെച്ചിട്ട് പിന്നെ ചെറിയ ഡോസിൽ ഒന്നും കൂടെ ഒന്ന് കഴിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത്. അതൊരു ഗുളിക നിർത്തി വെക്കണോ സാർ? കുറച്ച് ദിവസം മാത്രം നിർത്തി വെച്ചിട്ട് പിന്നെ വീണ്ടും തുടങ്ങും. ഒരാഴ്ചയോ 2 ആഴ്ച മറ്റോ നിർത്തി വെച്ചിട്ട് പിന്നെ വീണ്ടും ചെറിയ ഡോസിൽ തുടങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല കാര്യം. അത് ഒരു പെർമനന്റ് ആയിട്ട് നിർത്താൻ പാടില്ല. വേണമെങ്കിൽ ഒരാഴ്ചയൊക്കെ നിർത്തി വെച്ചിട്ടേ പിന്നെ ഒന്നും കൂടെ ഒന്ന് കഴിച്ചു തുടങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. വിളിച്ചതിന് നന്ദി. ഈ കോളർ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്? പെട്ടെന്ന് കുറഞ്ഞിട്ട് മരുന്ന്, സാധാരണ തൈറോയിഡിന്റെ ഒക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഇങ്ങനെ പെട്ടെന്ന് നിർത്തേണ്ട അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ ഞാൻ പറഞ്ഞത് താൽക്കാലികമായിട്ട് തൈറോയിഡിന്റെ കൂടുന്ന ചില സന്ദർഭങ്ങളിൽ മാത്രം ഒരാഴ്ച ചെറിയ ഷോർട്ട് ഡ്യൂറേഷൻ നിർത്തി വെച്ചിട്ട് പിന്നെ എന്തായാലും തുടങ്ങണം. അത് പൂർണ്ണമായിട്ട് നിർത്തണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതില്. അപ്പോൾ നമ്മൾ സാധാരണമായി ഹൈപ്പോ തൈറോയിഡ്സിന്റെ ഗുളികൾ ലൈഫ് ലോങ് തന്നെയാണ്. യൂഷ്വൽ ഓട്ടോഇമ്യൂൺ തൈറോയിഡ് ഡിസീസ് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട ഗുളികൾ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഹോർമോൺ പ്രൊഡക്ഷൻ കുറയുന്നതാണ്. അപ്പോൾ അത് തിരിച്ച് വീണ്ടും ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുപോലെ നമ്മൾ ഈ കൊടുക്കുന്ന തൈറോയിഡിൻ്റെ ഗുളികൾ സാധാരണമായി അത് ബയോളജിക്കലായിട്ടുള്ള സാധനങ്ങളാണ്, അങ്ങനെ അല്ലാതെ കെമിക്കൽ സാധനങ്ങളല്ല. അപ്പോൾ അത് കാരണം സൈഡ് എഫക്റ്റ് വരാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ സാധാരണമായി അതിൻ്റെ ഡോസിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാമെങ്കിൽ പോലും നമ്മളത് തുടർച്ചയായിട്ട് തന്നെ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നത് പുലർച്ചയ്ക്ക് വെറും വയറ്റിൽ ഭക്ഷണമൊന്നും കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കും തൈറോയ്ഡ് ഗുളികയുടെ. അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൽ കുറച്ച് അതിൻ്റെ എഫക്റ്റ് കുറച്ച് കുറവായിരിക്കും. ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവ് ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? സുനിൽ കൊണ്ടോട്ടിന്ന്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ സാറേ 28 വയസ്സായിട്ടുള്ളൂ. പക്ഷെ തൈറോയിഡ് ഭയങ്കര കൂടുതലാന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കയ്യും കാലും വിറയല്, പിന്നെ ഭയങ്കര വേർപ്പും പിന്നെ മുടി ഒഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കാണിച്ചപ്പോ ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പം ഒരു ഏപ്രിലിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 19 കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോ മാസം ചെക്ക് ചെയ്തപ്പം 23, 26 ആയി. അതെ. പിന്നെ ഇപ്പം ഈ ഒരാഴ്ച 2 ആഴ്ച ചെക്ക് ചെയ്തപ്പം 10 ആയി കുറഞ്ഞു. ഒരു നിയോമെർക്കസോളും പിന്നെ ഒരു ടാബ്ലറ്റും ഉണ്ട്. അത് കഴിച്ചപ്പം വളരെ കുറഞ്ഞു. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ ഈ പ്രായത്തിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട്? നിങ്ങൾ പറയുന്ന ഈ അസുഖത്തിന്റെ പേര് തൈറോടോക്സിക്കോസിസ് എന്നുള്ളതാണ്. അതിന്റെ സാധാരണയായിട്ടുള്ള തൈറോടോക്സിക്കോസിസ് ഗ്രേവ്സ് ഡിസീസിലൊരു അസുഖമാണ്. അത് സാധാരണ ഈ പ്രായത്തിൽ തന്നെയാണ് ഉണ്ടാവുക. കൂടുതലായിട്ട് സ്ത്രീകൾക്കാണ് ഉണ്ടാവുക. പക്ഷേ ചിലപ്പോഴൊക്കെ ആണുങ്ങൾക്കും അത് കാണാറുണ്ട്.
അപ്പോൾ അതിൻ്റെ ചികിത്സ, നിങ്ങൾ ചെയ്യുന്ന ചികിത്സ വളരെ കറക്റ്റായിട്ടുള്ള ചികിത്സയാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ചികിത്സ തന്നെയാണ് ഈ കാർബമസോൾ അഥവാ നിയോമെർക്കസോൾ എന്നുള്ള ഗുളികയാണ് നമ്മൾ സാധാരണ കൊടുക്കുക. അത് ഈ തൈറോയിഡിൻ്റെ ലെവലിനനുസരിച്ച് അതിൻ്റെ ഡോസ് വ്യത്യാസപ്പെടുത്തുന്നത് നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട്. അപ്പോൾ ഈ അസുഖം കാരണം അങ്ങനെ ലോങ് ടേമിൽ അങ്ങനെ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ പ്രോബ്ലം ഒന്നും സാധാരണ ഉണ്ടാവില്ല. ചിലപ്പോഴൊക്കെ ഒരു 1.5-2 വർഷം കഴിഞ്ഞിട്ട് ഗുളികകൾ നമ്മൾ നിർത്താനും പറ്റാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ചികിത്സ വളരെ കറക്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് തുടരുക. എന്തായാലും ഒരു 1.5-2 വർഷം വരെ ഗുളിക കഴിക്കേണ്ടത് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഈ 2 അസുഖങ്ങളാണ് സാധാരണ കേൾക്കാറുള്ളത്. ഈ ഗ്രേവ്സ് ഡിസീസ് എന്താണെന്ന് വിശദീകരിക്കാം? ഗ്രേവ്സ് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡ്സിന് ഒരു കാരണമാണ്. സാധാരണമായിട്ടുള്ള ഹൈപ്പർ തൈറോയിഡ്സ് എല്ലാം ഗ്രേവ്സ് ഡിസീസ് കാരണം തന്നെയാണ്. ഹൈപ്പർ തൈറോയിഡിസം മറ്റ് ചില കാരണങ്ങൾ കാരണം കൂടെ വരാം. ഉദാഹരണത്തിന് ടോക്സിക് മൾട്ടിനോഡുലാർ ഗോയിറ്റർ എന്ന് പറയും. അതായത് നമ്മുടെ കഴുത്തിലെ കുറേ തടുപ്പുകൾ കാരണം വന്നിട്ട് അതിൽ നിന്ന് ഹോർമോൺ കൂടുതലായിട്ട് വരുന്നതാണ് ടോക്സിക് മൾട്ടിനോഡുലാർ ഗോയിറ്റർ. പിന്നെ ഓട്ടോണമസ്ലി ഫങ്ഷനിങ് തൈറോയിഡ് നൊഡ്യൂൾ, പിന്നെ അങ്ങനെയുള്ള ചില കണ്ടീഷൻസും ഹൈപ്പർ തൈറോയിഡ്സ് ഉണ്ടാക്കാം. പക്ഷേ ഹൈപ്പർ തൈറോയിഡ്സിൻ്റെ സാധാരണമായിട്ടുള്ള കാരണമാണ് ഈ ഗ്രേവ്സ് ഡിസീസ് എന്നുള്ള അസുഖം. എന്തുകൊണ്ടാണ് തൈറോയിഡ് അസുഖങ്ങൾ സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്നത്? സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണാൻ ഉള്ള കാരണങ്ങൾ വ്യക്തമായിട്ടുള്ള അറിവില്ലെങ്കിൽ പോലും എല്ലാ തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളും സ്ത്രീകളിലാണ് കൂടുതൽ. ചിലപ്പോൾ അവരുടെ ഒരു ക്രോമസോമിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആവാം എന്നാണ് പറയുന്നത്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള അതിൻ്റെ ഉത്തരം ആർക്കും അറിയില്ല. ഗോയിറ്റർ എന്ന അസുഖത്തെക്കുറിച്ച് വിശദീകരിക്കാം? ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഏത് തരത്തിലുള്ളൊരു തടിപ്പിനെയും ഗോയിറ്റർ എന്ന് പറയാം. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തടിപ്പ് ആണ് ഗോയിറ്റർ. അത് പലതരത്തിലുള്ള തൈറോയിഡിൻ്റെ തടുപ്പുകൾ വരാം. ഒന്ന് ഡിഫ്യൂസ് ഗോയിറ്റർ എന്ന് പറയും. അതായത് മൊത്തത്തിൻ്റെ തൈറോയിഡിൻ്റെ തടുപ്പാണ് ഡിഫ്യൂസ് ഗോയിറ്റർ എന്ന് പറയുന്നത്. പിന്നെ നോഡുലാർ ഗോയിറ്റർ. നോഡുലാർ എന്ന് പറഞ്ഞാൽ തൈറോയിഡിൽ ഒരു പർട്ടിക്കുലറായിട്ട് ഒരു മുഴ പോലെ വരുന്ന മുഴയായിട്ട് വരും. മൊത്തത്തിൽ തൈറോയിഡിൻ്റെ തടുപ്പല്ല, ഒരു മുഴയായിട്ടൊക്കെ വരുന്നതിനാണ്. ഒരു മുഴയായിട്ട് വരുന്ന സിംഗിൾ നൊഡ്യൂൾ എന്ന് പറയും. പലതരത്തിലുള്ള മുഴ ഉണ്ടെങ്കിൽ അതിനെ മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയും. അതാണ്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ നമുക്ക്. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് ലിജ. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. പിന്നെ ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് തൈറോയിഡിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അതെ, ഹൈപ്പോതൈറോയിഡ്സിന്റെ മരുന്നായിരിക്കും. അതെ, 7 വർഷം കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക. TSH ലെവല് എപ്പോ നോക്കിയാലും 100ന് വെള്ള, 150 വരെ. എത്ര ഡോസിലാണ് നിങ്ങൾ കഴിക്കുന്ന ഗുളിക? 205 ആണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരുന്നത്. 200. അപ്പൊ തൈറോയ്ഡ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ചോദ്യം വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാക്ടീസിൽ വരുന്നൊരു സിറ്റുവേഷനാണ് തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചിട്ടും തൈറോയ്ഡ് ഹോർമോൺ നോർമൽ ആവുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ നമ്പർ 1 കാരണമായിട്ട് നമ്മൾ എപ്പോഴും കാണുന്നത് നോൺ കംപ്ലയൻസ് എന്ന് പറയും. അതായത് ഗുളികകൾ നമ്മൾ പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ടാകും, പക്ഷേ ആൾക്കാർ എല്ലാ ദിവസവും കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടാവില്ല. അതുപോലെ പ്രോപ്പർ ടൈമിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുലർച്ചയ്ക്ക് വെറും വയറ്റിൽ കഴിക്കാന്നുള്ളതാണ്, അങ്ങനെ കഴിക്കുന്നുണ്ടാവില്ല. അത് രണ്ടുമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. പിന്നെ അത് രണ്ടും അല്ല കാരണങ്ങൾ എങ്കിൽ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ GI മാലബ്സോർപ്ഷൻ എന്ന് പറയും. അതായത് വയറ്റിൽ നിന്നുള്ള അബ്സോർപ്ഷൻ കുറയുന്ന കാരണം വരാം. അതായത് ചില പർട്ടിക്കുലർ മാലബ്സോർപ്റ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയും. അത് വയറിൻ്റെ പ്രശ്നങ്ങളാണ്. ഗുളിക ബ്ലഡിലേക്ക് എത്താതിരിക്കുക, വയറ്റിൽ നിന്ന് ബ്ലഡിലേക്ക് എത്താതിരിക്കുന്ന ഒരു അവസ്ഥയിലും ഇങ്ങനെ വരാം. പിന്നെ വളരെ അപൂർവമായിട്ട് ചില തരത്തിലുള്ള ഹെമാൻജിയോമ എന്നൊക്കെ പറഞ്ഞ ചില ട്യൂമേഴ്സ് ശരീരത്തിലുണ്ടെങ്കിലും തൈറോയ്ഡ് ഗുളിക ഫലിക്കാതിരിക്കാം. അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് ഗുളിക കഴിക്കുന്നുണ്ട്, എന്നിട്ടും നിങ്ങൾക്കിത് ഫലിക്കാത്ത അവസ്ഥയാണെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റ് എന്തായിരുന്നാലും കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്നല്ല കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മളത് പിന്നീട് ഇത് എപ്പോഴും TSH 100ന് മുകളിൽ തന്നെ ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. വിളിച്ചതിന് നന്ദി. ഇപ്പോൾ കോളർ പറഞ്ഞ TSH എത്രയാണ് നോർമൽ റേറ്റ്, അല്ലെങ്കിൽ കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന റേറ്റ് എത്രയാണ്? TSH നമ്മൾ തൈറോക്സിൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തൈറോയിഡിൻ്റെ റേഞ്ച് നോർമലിലേക്ക് തന്നെ എത്തണം. അതായത് 4.5 താഴെ ആ നോർമൽ റേഞ്ചിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഗർഭിണിയായിരിക്കുന്ന ആൾക്കാരൊക്കെ TSH ഒരു 2.5 താഴെ വെക്കുന്നതാണ് കുറച്ചും കൂടെ അഭികാമ്യമായിട്ടുള്ളൊരു കാര്യം. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്. ഇപ്പോൾ ഒരു 80 വയസ്സുള്ള ഒരാളാണെങ്കിൽ TSH ഒരു 5 6 ആയി പോയി കഴിഞ്ഞാലും വലിയ പ്രശ്നം വരില്ല. അപ്പോൾ നമ്മുടെ ഓരോ ക്ലിനിക്കൽ സിറ്റുവേഷൻ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ TSH ടാർഗറ്റ്. അല്ലാതെ ഒരാൾക്കൊരു ഫിക്സഡ് ടാർഗറ്റ് വന്നിട്ട് എല്ലാവരും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതാണ്. ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ. വൈഫിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഡോക്ടർ ചോദിച്ചോളൂ. പേര് എലിസബത്ത്, ആലപ്പുഴയിൽ നിന്നാണ്. ചോദിച്ചോളൂ. സാർ, കഴിഞ്ഞ തവണ തൈറോയിഡിന്റെ ഇത് പരിശോധിച്ചപ്പോഴത്തേക്ക് 8.5 ഉണ്ടായിട്ടുണ്ട്.
വീണ്ടും പിന്നെ 1 മാസത്തേക്ക് പിന്നെ തൈറോക്സിൻ എന്നുള്ള ഗുളിക കഴിച്ചതിന് ശേഷം വീണ്ടും പരിശോധന നടത്തിയപ്പോ 12.5 കാണിച്ചായിരുന്നു. ഹലോ, അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അല്ലെ? തൈറോയ്ഡ് ഡോസ് കൂട്ടിയോ? ഈ 8.8 കാണിച്ചപ്പോൾ ഡോസ് കൂട്ടിയോ അതോ ഗുളിക തുടങ്ങി? എന്താ നിങ്ങൾ ഓൾറെഡി ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നോ? അതെ, തൈറോക്സിൻ എന്ന് പറഞ്ഞിട്ട് ഗുളിക കഴിച്ചപ്പോ വീണ്ടും രണ്ടാമത് ഒരു 3 മാസത്തേക്ക് വീണ്ടും എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ ഡോസ് കൂട്ടിയിരുന്നോ 8 ഡോസ് കൂട്ടിയിട്ടൊന്നുമില്ല, അത് ഡെയിലി ഓരോന്ന് കഴിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ TSH 8 ആദ്യമായി തുടങ്ങിയതാണോ അതോ നേരത്തെ നിങ്ങൾ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നോ? ഇല്ല, നേരെ ഇപ്പൊ ഒരു 4 മാസത്തോളം 4 മാസം ഇത് തൊണ്ടവേദന ചുമ മാറാതിരുന്നപ്പോൾ തൈറോയിഡിന്റെ TSH കൂടുന്ന അവസ്ഥയാണെങ്കിൽ തുടക്ക സ്റ്റേജിൽ കുറച്ച് വേരിയേഷൻസ് വരാം അതിന്. അപ്പോൾ അത് കൺട്രോൾ ആവുന്നില്ലെങ്കിൽ അതിന്റെ ഡോസ് കൂട്ടേണ്ടി വരും. TSH 10 മുകളിലാണെങ്കിൽ അതിന്റെ ഡോസ് കൂട്ടുക എന്നുള്ളതാണ്. അത് ഡോക്ടറെ കാണിച്ചാൽ എന്തായാലും ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് TSH കൂടിപ്പോകുന്ന അവസ്ഥയിൽ ഡോസ് കൂട്ടാം. എന്തുകൊണ്ടാണ് അങ്ങനെ TSH കൂടുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഗുളിക കറക്റ്റായിട്ട് കഴിക്കാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ തുടക്ക സ്റ്റേജിൽ ആ ഒരു പ്ലാറ്റോ സ്റ്റേജ് എത്തുന്നത് ചിലപ്പോൾ കുറച്ച് ലേറ്റായിട്ട് അത് നോർമലൈസ് ചെയ്യാൻ കുറച്ച് ടൈം പിടിക്കാം, കുറച്ച് സമയം വേണ്ടി വന്നേക്കാം. അതൊക്കെ ആയിരിക്കും അതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ എന്തായിരുന്നാലും അതിൻ്റെ TSH കൂടുന്നതിനൊക്കെ ഡോസ് ചെറുതായി 25 mg വെച്ച് ഡോസ് കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുള്ള ചികിത്സ. അപ്പോൾ എന്തായിരുന്നാലും ഒന്നുകൂടെ ഡോക്ടറെ കണ്ടിട്ടാണ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളിൽ തൈറോയ്ഡ് ഗ്രന്ഥി ഇല്ലാത്തൊരവസ്ഥ ഇതുണ്ടാക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളിൽ തൈറോയ്ഡ് ഗ്രന്ഥി ഇല്ലാത്തൊരവസ്ഥ നമ്മൾ ശരിയായിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ ഒരസുഖം ഉണ്ടാക്കില്ല. ആദ്യം തന്നെ 5-ാം ദിവസം നമ്മൾ ചികിത്സ തുടങ്ങിയെന്ന് വിചാരിച്ചു, അപ്പം യാതൊരു അസുഖമില്ല. അപ്പം ചികിത്സിച്ചില്ലെങ്കിൽ ഉള്ള അസുഖങ്ങൾ എന്താ ഉണ്ടാവും അതിനെപ്പറ്റി ഞാൻ പറയാം. ചികിത്സ കഴിഞ്ഞാൽ പിന്നെ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ചികിത്സിച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നാമതായിട്ട് അവരുടെ ഡെവലപ്മെന്റൽ ഡിലേ, മോട്ടോർ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റൽ ഡിലേ എന്ന് പറയും. അതായത് നമ്മൾ ഇരിക്കാൻ നടക്കാനൊക്കെ വൈകുക. രണ്ടാമത് മെന്റൽ ഡെവലപ്മെന്റ്, സംസാരിക്കാൻ വൈകുക. ഹൈറ്റ്, നീളക്കുറവ് വരിക. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇതിൻ്റെ ശരീരം മുഴുവൻ നീര് വരിക, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ എല്ലാ ഡെവലപ്മെന്റ് ഡിലേയും നീളത്തിലുള്ള കുറവാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് ചികിത്സ? ഒരു ഗ്രന്ഥി ഇല്ലാത്ത സ്ഥിതിക്ക് ഗ്രന്ഥി ഇല്ലാതെ ഉള്ള സ്ഥിതി നമ്മൾ ഗ്രന്ഥിയുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പുറത്തുനിന്ന് കൊടുക്കുന്നു. അതന്നെയാണ് ചികിത്സ. വളരെ ലളിതമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചികിത്സയാണ്, പക്ഷേ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ചികിത്സ. എത്ര കാലം നീണ്ടൊക്കെ മരുന്നാണത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തൈറോയ്ഡ് ഗ്രന്ഥി നമുക്ക് ശരീരത്തിൽ ഇല്ലല്ലോ കുട്ടികൾ, അപ്പോൾ നമുക്ക് ലൈഫ് ലോങ് തന്നെ ആ ഗുളിക കൊടുക്കേണ്ടി വരും. പക്ഷേ ചികിത്സ വളരെ ലളിതമാണ്, ഡ്യൂറേഷൻ കൂടുതലാണ്, പക്ഷെ അതിൻ്റെ എഫക്റ്റും വളരെ നല്ലതായിട്ട് ഉള്ള എഫക്റ്റുള്ളൊരു ചികിത്സയാണ്. അപ്പോൾ ഈ ജനിച്ച 5 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നുണ്ട്? ലക്ഷണങ്ങൾ കാണിക്കില്ല തുടക്കത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് യൂണിവേഴ്സൽ സ്ക്രീനിങ് വേണം എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശം. അതാണ് എല്ലാ കുട്ടികളെയും ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് ഒരു പ്രാവശ്യം ഒരു അബ്നോർമാലിറ്റി കണ്ടു കഴിഞ്ഞാലും ചിലപ്പോൾ ഒന്നും കൂടെ നമ്മൾ റീടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഗുളിക തുടങ്ങുക. ചിലപ്പോൾ ലാബറിന് വരാമല്ലോ, അപ്പോൾ 2 പ്രാവശ്യം ടെസ്റ്റ്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റിൽ നമുക്ക് എന്തെങ്കിലും വേരിയേഷൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ റീകൺഫേം ചെയ്യാൻ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യും. അതിലും വേരിയേഷനെ പിന്നെ ഉറപ്പാണല്ലോ അത് വേരിയേഷനിൽ. അപ്പോൾ അതാണ് 5 ദിവസത്തിൽ വ്യത്യാസങ്ങളൊന്നും അറിഞ്ഞു തുടങ്ങില്ല, എന്നാൽ പോലും അത്രയും നേരത്തെ കണ്ടുപിടിക്കാൻ ഈ ടെസ്റ്റുകൾ സഹായിക്കും. അതുകൊണ്ടാണ് ആ ടെസ്റ്റ് വേണമെന്നുള്ളതിൻ്റെ ഉദ്ദേശം. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? വിജയനാണ് പുറമേരിൽ നിന്ന്. ഡോക്ടർ ചോദിച്ചോളൂ. സാറേ പറഞ്ഞോളൂ. സാറേ, ഈ തൈറോയ്ഡ് കുറവിന് ഒരേ ഗുളിക തന്നെയാണോ സാറേ കഴിക്കുക? അല്ലല്ല, തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് കൂടുന്നതിന് കാർബമസോൾ, പ്രൊപ്പൈൽ തൈറോസിൽ അങ്ങനത്തെ ഗുളികകളാണ്. തൈറോയ്ഡ് ഹോർമോൺ കുറയുന്നതിന് തൈറോക്സിൻ ഗുളികയാണ്. എൽട്രോക്സിൻ, തൈറോൺ എന്നൊക്കെ പറയാം, പലതരത്തിലുള്ള ബ്രാൻഡുകളുണ്ട്. അപ്പോൾ തൈറോയ്ഡ് കുറയുന്ന സമയത്ത് നമ്മൾ തലയിൽ കംപ്ലൈന്റുകൾ ഉണ്ടാവും സാറേ? തൈറോയ്ഡ് ഗ്രന്ഥി കുറയുന്ന സമയത്ത് പല പല ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. പലപ്പോഴും നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ പലതരത്തിലുള്ള ലക്ഷണം, തല കറക്കൊക്കെ വരാം, പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ആൾക്കാർക്ക് വരാറുണ്ട്. അതൊക്കെ അത് കാരണം വരാം, വേദനകളൊക്കെ വരാം. വിളിച്ചതിന് നന്ദി. ഡോക്ടറെ, തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പ്രശ്നങ്ങളുള്ള ആൾക്കാർ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. കാബേജ്, അങ്ങനെ അതൊക്കെ ശരിയാണോ? കാബേജ്, കോളിഫ്ലവർ മുതലൊക്കെ ഗോയിട്രോജൻസ് എന്ന് പറയും. പ്രധാനമായിട്ട് അത് തൈറോയിഡിന്റെ എൻലാർജ്മെന്റ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അല്ലാതെ നമ്മൾ സാധാരണ ഇപ്പോഴത്തെ തൈറോയിഡിന്റെ അസുഖങ്ങൾ പ്രധാന ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് അസുഖം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ഈ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് ഡിസീസിൽ ഈ കാബേജ്, കോളിഫ്ലവറിന് ശരിക്കും പറഞ്ഞാൽ വലിയ ഇൻഫ്ലുവൻസ് ഇല്ല എന്നാണുള്ളതാണ്. പക്ഷേ ഈ ഗോയിറ്ററിന്റെ പ്രിവലൻസ് അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഈ ഗോയിട്രോജൻസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ അതും ചെറിയ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഒരുപാട് ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങളുള്ളൂ. അപ്പോൾ സാധാരണമായി നമ്മളത് അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്ന വളരെ നിർബന്ധമായിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് പലപ്പോഴും മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ചാൽ മതിയാവുന്നതാണ്. പക്ഷേ ഏത് സ്റ്റേജിലാണ് ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി വേണ്ടി വരുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥിയിലെ മുഴകൾ, പ്രധാനമായിട്ടുള്ള മുഴകൾ നമ്മൾ 2 തരത്തിലുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാക്കും. ഒന്ന് അൾട്രാസൗണ്ട് എക്സാമിനേഷൻ, അതായത് കഴുത്തിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും.
പിന്നെ അതിലെന്തെങ്കിലും അതുപോലെ നൊഡ്യൂൾസിൻ്റെ FNAC, ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സൈറ്റോളജി എന്ന് പറയും. അതായത് നമ്മൾ നീഡിലെടുത്തിട്ട് നൊഡ്യൂളിൽ കുത്തിയിട്ട് അതിൽ നിന്ന് നീരെടുത്തിട്ട് പരിശോധിക്കുന്ന ടെസ്റ്റാണ്. ഇതിൽ രണ്ടിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ, അതായത് സസ്പീഷ്യസ് ഫൈൻഡിങ്സ് എന്ന് പറയും, അതായത് ചെറിയ എന്തെങ്കിലും ട്യൂമറോ അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് അത് എടുത്ത് ഒഴിവാക്കണം. അപ്പോൾ ഈ അൾട്രാസൗണ്ടിലും FNACയും വെച്ചുള്ള റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇത് സർജറി വേണോ വേണ്ടോ എന്നുള്ള സാധാരണയായിട്ട് തീരുമാനിക്കുക. ഓക്കെ ഡോക്ടർ, സമയോടെ പൂർണ്ണമായി തൈറോയ്ഡ് ഗ്രന്ഥിയിലെ അസുഖങ്ങളെയും അതിനുള്ള ചികിത്സയെയും കുറിച്ച് വിശദീകരിച്ചതിന് നന്ദി. താങ്ക് യു.